നിങ്ങൾ ജോലി വിട്ടുകൊണ്ട് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഉണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, കഴിഞ്ഞ 8 വർഷമായിട്ട് ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ വളരെ ചുരുക്കി ഒരു 5-6 പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങളോട് പറയാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഷിഫ്റ്റിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഉപദേശം. ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് യു ആർ ഓക്കെ, ഫാമിലി ഈസ് ഹാപ്പി, എവറിബഡി ഈസ് ഹാപ്പി. ഇൻ ദാറ്റ് കേസ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയോ ചെയ്യേണ്ട. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ, വെറുതെ സ്വപ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കണ്ട. പകരം ബിസിനസ് എന്ന ആഗ്രഹം നിങ്ങളെ മനസ്സിൽ നിന്ന് പോവാതെ നിങ്ങളെ ഉറങ്ങാനും നിങ്ങളെ ഡെയിലി റുട്ടീനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ചർച്ചകൾ, ഇങ്ങനത്തേനൊക്കെ പോകാൻ നിങ്ങളെ മനസ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിങ്ങളെ അനുവദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു സംരംഭകൻ്റെ ഫയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി ആലോചിക്കാം. ഓക്കെ. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റവന്യൂ മോഡൽ, എങ്ങനെയാണ് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക, ഓക്കെ, എങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഈ റവന്യൂ മോഡലിനെ പറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റി കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ആരാണ് നിങ്ങളുടെ ഓഡിയൻസ്, ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. അതില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സും ഡെഫിനറ്റ്ലി പൊളിഞ്ഞു പോകും. അപ്പോൾ ആ കാര്യം പറ്റി ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, ഒരു ജോലിയിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ശമ്പളം വാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്നൊരു ജോലിയിൽ നിന്ന് മാറി ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ബിസിനസ് പെട്ടെന്ന് നിങ്ങൾക്ക് പണം തരില്ല, ഇൻകം തരില്ല. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പലതരത്തിൽ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ട് ചെറിയൊരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ആ ഷിഫ്റ്റിൽ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ഇൻകം ഇല്ലാത്തൊരു കാലം വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയം സേഫ് ആക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ പാസീവ് ഇൻകം ഇല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, ബാധ്യതകൾ, പ്രശ്നങ്ങൾ, ഇത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. ബിസിനസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പൂട്ടി ഒഴിവാക്കേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം, ഇപ്പോൾ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇനി വരുന്ന 1 വർഷം നിങ്ങൾ മണ്ണ് പുരളാൻ തീരുമാനിക്കുക. കാരണം വളരെ വൈറ്റ് കോളറായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്നത് പോലെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ പണിയും ചെയ്യേണ്ടി വരും. ആ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ചിലപ്പോൾ ഡെലിവറി ചെയ്യേണ്ടി വരും, ആളുകൾക്ക് സാധനം എത്തിച്ചു കൊടുക്കേണ്ടി വരും, നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ബിസിനസ്, ഒരു ഫാക്ടറിയോ മാനുഫാക്ചറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു സ്ക്രൂ പോയാൽ വരെ നിങ്ങൾ തന്നെ പോയി ആ സ്ക്രൂ തപ്പി എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ണ് പിറളാൻ തയ്യാറായിക്കൊണ്ട് കുറച്ച് കാലം അതിന് തയ്യാറായിക്കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങാൻ. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മിനിമം 3 വർഷത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു പണവും തിരിച്ചെടുക്കാൻ പറ്റില്ല, ലാഭം എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കുക. കാരണം ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് കമ്പനിയിൽ എപ്പോഴും ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയവും ആ പ്രോഫിറ്റ് അക്രൂവലും ക്യാഷ് ഫ്ലോ പ്രോപ്പറായി വരുന്ന സമയമൊക്കെയാണ്. ആ സമയത്ത് ഒരു ഫണ്ടും ഒരു ലാഭവും അതിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗിവപ്പ് ചെയ്യാതിരിക്കുക. ഗിവപ്പ് ചെയ്യുക. ഈ 3 വർഷത്തിനിടയിൽ നമ്മൾ ഗിവപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിട്ട എല്ലാ എഫേർട്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 7 കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണ മനസ്സോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു ദ ബിസിനസ് വേൾഡ്. താങ്ക് യു.